എല്ലാം ആർട്ടിഫിഷ്യലാണ്. റിയൽ ബിൽഡിംഗ് അല്ല, പക്ഷേ റിയലിനെ വെല്ലുന്ന ബിൽഡിങ്സ് ആണ് ഫുള്ളും ഇവിടെ ലണ്ടൻ സിറ്റി ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ ബൂത്തിനെ ഓർമ്മിപ്പിക്കുന്ന, ടെലിഫോൺ ബൂത്തിനെ ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ്. കൂട്ടുകാരടുത്ത് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന വിൻറ്റേജ് കാർ നമുക്ക് പരിചയപ്പെടാം. ഇത് ഫോർഡിൻ്റെ പോപ്പുലർ എന്ന് പറയുന്ന മോഡൽ കാറാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ രാമോജി ഫിലിം സിറ്റിക്കുള്ളിലെ എയർപോർട്ട് സെറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജസ്ഥാനി നാടോടി നൃത്തപ്രകടനമാണ് നമ്മളിപ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ രാജസ്ഥാനി ഫോക്ക് ഡാൻസ് എന്ന് പറയാം. ഇത് കണ്ടോ, കാവടി പോലെയാണ് പൂ ഉണ്ടായി നിൽക്കുന്നത്. കാവടി നമ്മുടെ കാവടിയിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരിട്ട് ഇതേപോലെ പൂക്കൾ കണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ലണ്ടൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിക്ടോറിയൻ കാലഘട്ടത്തിലെ വാസ്തുവിദ്യ, അതുപോലെ തന്നെ മനോഹരമായ കടകളുടെ മുൻഭാഗങ്ങൾ, ഐക്കണിക് റെഡ് കളേർഡ് ടെലിഫോൺ ബൂത്തുകൾ എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസിക് ബ്രിട്ടീഷ് തെരുവ് ദൃശ്യം പകർത്തുന്ന സൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ഒരു പെർമനൻറ്റ് ഔട്ട്ഡോർ സെറ്റാണ് ഈ ലണ്ടൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ, ടെലിവിഷൻ ഷോകൾ, പരസ്യങ്ങൾ എന്നിവയ്ക്കുള്ള ഒരുപാട് ജനപ്രിയമുള്ള ഒരു സ്ഥലമാണ് ഈ ലണ്ടൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാമോജി ഫിലിം സിറ്റിയിലെ സന്ദർശകരുടെ ഒരു പ്രധാന അട്രാക്ഷനാണ് ഈ ലണ്ടൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. കാരണം ലണ്ടൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ലണ്ടൻ്റെ ഒരു ചെറിയ ഫീലൊക്കെ നമുക്ക് ലഭിക്കുന്നുള്ളത് കൊണ്ട് തന്നെ സന്ദർശകർക്ക് ഈ ലണ്ടൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് വളരെ ഒരു ഇഷ്ട വിനോദ സ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രാമോജിക്കുള്ളിലെ ലൈവ് പെർഫോമൻസ് മോഷൻ ക്യാപ്ചർ ടെക്നോളജി ആൻഡ് വെർച്വൽ സ്റ്റുഡിയോയിലേക്കാണ് നമ്മൾ കയറി പോകാൻ പോകുന്നത്. ഇത് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനുള്ളിലെ ലണ്ടൻ സെറ്റാണ്. ലണ്ടൻ സെറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഒരു ബിൽഡിങ്ങിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലണ്ടൻ സെറ്റ് എന്ന് പറയുമ്പോൾ ലണ്ടൻ സദൃശ്യമായിട്ട്, ലണ്ടൻ ബിൽഡിങ്ങുകളോട് സദൃശ്യമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാം ആർട്ടിഫിഷ്യലാണ്. റിയൽ ബിൽഡിംഗ് അല്ല, പക്ഷേ റിയലിനെ വെല്ലുന്ന ബിൽഡിങ്സ് ആണ് ഫുള്ളും ഇവിടെ ലണ്ടൻ സിറ്റി ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ നേരെ ലൈവ് പെർഫോമൻസ് എന്താണ് ഈ സ്റ്റുഡിയോയുടെ ഉള്ളിൽ നമുക്കിപ്പോൾ കാണാം. എൻട്രൻസിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഹോളിവുഡ് സൂപ്പർ സ്റ്റാർസിനെയാണ്. ഇത് കണ്ട് നമ്മൾ നേരെ പ്രവേശിക്കുക വെർച്വൽ സ്റ്റുഡിയോയിലേക്കാണ്. വെർച്വൽ സ്റ്റുഡിയോയിലെ കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാനും കേൾക്കാനും പോകുന്നത്. मोशन कैप्चर एक ऐसा अनोखा तरीका है जहां एक एक्टर के एक्शन और एक्सप्रेशन को ऑप्टिकल कैमरा सिग्नल के जरिए रिकॉर्ड किए जाते हैं और उन्हें किसी 3D कैरेक्टर पर रीटारगेट किया जाता है. इसे हम अनरियल इंजन सॉफ्टवेयर के जरिए एकदम रियल टाइम में कर सकते हैं. इस टेक्नोलॉजी की मदद से एनिमेशन प्रोसेस का टाइम बच जाता है और घंटों मेकअप करके अलग कैरेक्टर बनाने की जरूरत ही नहीं पड़ती. अगले द्वार पर आप देख पाएंगे वर्चुअल प्रोडक्शन. ये एक ऐसा फिल्म या टीवी प्रोडक्शन प्रोसेस है जहां असली लोकेशन पर गए बिना ही किसी एक्टर और प्रॉपर्टीज के साथ शूट किया जा सकता है. और हम ये लोकेशन वर्चुअल 3D में बनाए जाते हैं. जरा सोचिए, अगर हमें अंटार्कटिका जैसे बर्फीले इलाके में कोई सीन शूट करना हो या कई घंटों तक घने जंगलों में शूट करना हो तो पूरा क्रू और ह्यूमंस के साथ कितनी दिक्कतें आ सकती हैं. वही बैकग्राउंड हम कंप्यूटर में तैयार നമ്മളിങ്ങനെയാണ് നിൽക്കണേ. പക്ഷേ ഈ ഇങ്ങനെ നിൽക്കണേനെ നമ്മൾ പാരീസിലാക്കി വെർച്വൽ എഫക്റ്റ് ആക്കി. അപ്പോൾ നമ്മൾ പാരീസിലെത്തി.
കൂടുതലായിട്ട് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന വിൻറ്റേജ് കാർ എന്ന് നമുക്ക് പരിചയപ്പെടാം. ഇത് ഫോർഡിൻ്റെ പോപ്പുലർ എന്ന് പറയുന്ന മോഡൽ കാറാണ്. ഫോർഡ് പോപ്പ് എന്നും കൂടി ഇത് അറിയപ്പെടും. 1953 1962 ഇടയിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഫോർഡ് UK നിന്നുള്ള ഒരു കാറാണ്. ഈ കാറ് പുറത്തിറങ്ങുന്ന സമയത്ത് ബ്രിട്ടനിലെ ഏറ്റവും വില കുറഞ്ഞ കാറായിട്ടാണ് ഈ കാറ് പുറത്തിറങ്ങുന്നത്. ഫിലിം സിറ്റിയിലെ സെറ്റ് ഇട്ടിരിക്കുന്ന എയർപോർട്ട് കാണാം നമുക്ക്. ഹോസ്പിറ്റലാണ് സെറ്റ് ഇട്ടിരിക്കുന്നത്, പെർമനൻറ്റ് സെറ്റ് ഇട്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ്. ഇവിടെ 50% ഡമ്മി ബിൽഡിങ്സും 50% റിയൽ ബിൽഡിങ്സും. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ രാമോജി ഫിലിം സിറ്റിക്കുള്ളിലെ എയർപോർട്ട് സെറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. എയർപോർട്ട് സെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ സുരക്ഷാ പരിശോധനകൾ, കാത്തിരിപ്പ് ലോഞ്ചുകൾ, ബാഗേജ് കറൗൺസലുകൾ, പിന്നെ എന്താ പറയുക, ഒരു ഡമ്മി ഫ്ലൈറ്റ് ഇൻറ്റീരിയർ എന്നിവയുൾപ്പെടെ ഒരു ആധുനിക വിമാനത്താവള ടെർമിനലിൻ്റെ അതേ മാതൃകയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു വളരെ റിയാലിറ്റി ബോധമുള്ള തരത്തിലുള്ള ഒരു സെറ്റാണ് ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വൈവിധ്യമാർന്ന ചിത്രീകരണ സംവിധാനങ്ങൾ ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. സിനിമകളും വെബ് സീരീസുകളും പരസ്യങ്ങളും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു പ്രധാന സെറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ബോർഡിംഗ് പാസ് എല്ലാം നമ്മൾ ഇവിടുന്ന് എടുത്ത് ബോർഡിങ്ങിന് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്ന ഭാഗമാണ് ഇനി അടുത്തത് കാണുന്നത്. ഇപ്പോൾ നേരെ ഇവിടുന്ന് ഫ്ലൈറ്റിലേക്ക് കയറാണ് നമ്മൾ. ഫ്ലൈറ്റ് ഇവിടെ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ് ആക്ച്വലി ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ റിയൽ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അതിനുള്ളിലുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഫ്ലൈറ്റ്. കണ്ടോ, അകത്ത് കയറി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഷൂട്ടിംഗ് സമയത്ത് അതിൻ്റേതായ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും അവർ വേറെ വ്യത്യാസം വരുത്തുമല്ലോ. അപ്പോൾ കൂട്ടുകാരെ, ഫൈനലി നമ്മുടെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് നേരെ ഹവാല മഹലിലേക്ക് പോകാം. കൂട്ടുകാരെ, ഹവാല മഹൽ സെറ്റിലെ ഒരു രാജസ്ഥാനി നാടോടി നൃത്തപ്രകടനമാണ് നമ്മളിപ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ രാജസ്ഥാനി ഫോക്ക് ഡാൻസ് എന്ന് പറയാം. ഫിലിം സിറ്റിയിലെ സന്ദർശകർക്കായി ഒരു ലൈവ് വിനോദ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അത് 5 മിനിറ്റ്സ് ഇങ്ങനെ ഇടപെട്ട് ഇങ്ങനെ ഡാൻസ്, ഇങ്ങനെ പാട്ട് മാറി ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. വളരെ രസകരമായിട്ടുള്ള കാഴ്ചയാണ്. ഹവാമഹലിനെ കുറിച്ച് വേറെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള യഥാർത്ഥ ഹവാമഹലിൻ്റെ വസ്തുവിദ്യാ സൗന്ദര്യം പകർത്താൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഐക്കണിക് ഫിലിം സെറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഹവാമഹൽ സെറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത്. ഷൂട്ടിങ്ങിന് ശേഷം വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ ഡിജിറ്റലായി ചേർക്കുന്നതിന് ചലച്ചിത്ര നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു പച്ച സ്ക്രീനാണ് നമ്മൾ താഴെ കാണുന്ന വൃത്താകൃതിയിലുള്ള ഈ സ്റ്റേജ് പോലെ കാണുന്നത്. അതുപോലെ തന്നെ രാമോജി ഫിലിം സിറ്റിയിലെ പ്രത്യേക ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും ഒക്കെ ഈ പരിപാടി പലപ്പോഴും അവതരിപ്പിക്കാറുണ്ട്. ഇത് കണ്ടോ, കാവടി പോലെയാണ് പൂ ഉണ്ടായി നിൽക്കുന്നത്. കാവടി, നമ്മൾ കാവടിയിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരിട്ട് ഇതേപോലെ പൂക്കൾ കണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് അംബ്രല ഗാർഡൻ എന്നാണ് ഇത് പറയുന്നത്, ഇതിനെ പറയുന്നത്. അതായത് ബോഗൻവില്ലെ വെട്ടി നിർത്തിയിട്ട് അതിനകത്ത് ഇലകളൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത്ര മനോഹരമായിട്ട് തിങ്ങിയാണ് പൂക്കളുണ്ടായിരിക്കുന്നത്.
അത് അത്രയും നന്നായി അവർ മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു ഇത് കേട്ടോ. വ്യത്യസ്തമായ കളറുകളിൽ, വിവിധ തരം കളറുകളിൽ ബോഗൻവില്ല അവർ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അംബർല ഗാർഡനാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ബുഡേര റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറി നോക്കി. സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ചു. ഭയങ്കര വിലയാണ്. നമുക്കത് അത്രയും അഫോർഡബിളായിട്ട് തോന്നിയില്ല. നമ്മളൊന്നും അവിടെ നിന്ന് എടുത്തില്ല. നമ്മളവിടെ നിന്ന് റിട്ടേൺ അടിച്ചു. ബുഡേര ഇപ്പോൾ നമ്മൾ കാണുന്നത് വേറൊരു അടിപൊളി സ്ഥലമാണ്. ഇന്ത്യയിലെ ജയ്പൂരിലെ പ്രശസ്തമായ ഒരു ലാൻഡ്മാർക്കായ ഹവാല മഹലിൻ്റെ ഒരു സെറ്റാണ് ഈ കാണുന്നത് കേട്ടോ. രാജസ്ഥാനിലെ ജയ്പൂരിലെ യഥാർത്ഥമായ ഹവാല മഹലിൻ്റെ ഗാംഭീര്യത്തിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാണ് ഈ സെറ്റ് രാമോജി ഫിലിം സിറ്റിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അതിമനോഹരമായിട്ടാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് കപ്പിൾസ് വന്ന് ഹണിമൂൺ ട്രിപ്പൊക്കെ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് ഫിലിമുകളും ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ജാപ്പനീസ് ഗാർഡൻ, മായാലോക്, എന്നിട്ട് അങ്ങനെയുള്ള ഗാർഡൻ കോംപ്ലക്സ്, ജാപ്പനീസ് കഫേ, ബസ് ബോർഡിംഗ് പോയിന്റ്, ഡ്രിങ്കിങ് വാട്ടർ റെസ്റ്റോറൻറ്റ്. നമ്മൾ മായാലോകിലേക്ക് പ്രവേശിക്കുകയാണ്. प्रोडक्शन डिजाइन का मतलब आलोचना के हिसाब से डिजाइन करना। फॉर एग्जाम्पल, जब राजमौली मुझे मुंबई में मिलने आए तो किस तरह से काम कर सकते हैं, बाद में जाकर मैंने उनके सोच को हिसाब लगाया। बाहुबली के बड़े माहिष्मती सेट को हमने 1000 कारीगरों का उपयोग कर त्रिबलार में राम का किरदार अग्नि को रिप्रेजेंट कर रहा था, तो उसी चीज को दर्शाते हुए सेट लगाना चाहते थे। ജാപ്പനീസ് ഗാർഡൻ. കൂട്ടുകാരൻ, ജാപ്പനീസ് ഗാർഡൻ രാമോജി ഫിലിം സിറ്റികളിലെ ഒരു അടിപൊളി അട്രാക്ഷനാണ് കേട്ടോ. ഈ ഗാർഡൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ജാപ്പനീസ് സംസ്കാരത്തിലെ തോട്ടങ്ങളുടെ ശൈലിയിലാണ് ഈ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെന്താ പറയുക, പ്രകൃതിയുടെ സമാധാനമൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പറയാം. പിന്നെന്താ പറയുക, കല്ലുകൊണ്ടുണ്ടാക്കിയ ചെറിയ പാതകൾ, ചെറിയ പാലങ്ങൾ, കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ തടാകങ്ങൾ എന്നിവയൊക്കെ ഇതിനുള്ളിൽ മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ കുറേ പച്ചപ്പും പൂക്കളും ഒക്കെ ആയിട്ട് വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സിനിമ ഷൂട്ടിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും ഏറെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ജാപ്പനീസ് ഗാർഡൻ. സന്ദർശകർക്ക് നടക്കാനും വിശ്രമിക്കാനും ഒക്കെ വളരെ നല്ല സ്ഥലമാണ് ഇവിടെ. പിന്നെ ജാപ്പനീസ് ഗാർഡൻ സ്റ്റൈലിൻ്റെ സൗന്ദര്യമൊക്കെ അനുഭവിക്കാനായിട്ട് ഇന്ത്യയിലെ ഒരു മികച്ച സ്ഥലം തന്നെയാണ് രാമോജി ഫിലിം സിറ്റി. ജപ്പാനിൽ നേരിട്ട് പോയിട്ടുള്ളൊരു എക്സ്പെൻസ് ഒന്നും നമുക്കില്ലാതെ തന്നെ അതിൻ്റെ ഒരു മിനിയേച്ചർ, ഒരു കൊച്ചു രൂപം നമുക്കിവിടെ രാമോജി ഫിലിം സിറ്റി തരുന്നുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ബട്ടർഫ്ലൈ ഗാർഡൻ, പെറ്റ്സ് പാർക്ക് അല്ലെങ്കിൽ ബേർഡ്സ് പാർക്ക്, അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബട്ടർഫ്ലൈ ഗാർഡൻ കാണാം. ബട്ടർഫ്ലൈ മ്യൂസിയം ആണ്. നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് പ്രവേശിക്കുന്നത്. ബട്ടർഫ്ലൈ ഗാർഡൻ സന്ദർശിക്കുന്ന സന്ദർശകർക്ക് ബട്ടർഫ്ലൈകളുടെ ജീവചക്രം, അവയുടെ വിവിധ തരത്തിലുള്ള പ്രജാതികൾ അല്ലെങ്കിൽ ജനസുകൾ, അവയുടെ ഇക്കോസിസ്റ്റത്തിലുള്ള പങ്ക് എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്. പിന്നെ അതുകൂടാതെ ബട്ടർഫ്ലൈകൾ എങ്ങനെയാണ് പരാഗീകരണത്തിൽ സഹായിക്കുന്നതെന്നും, പിന്നെ അവയുടെ ജീവിക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി തരാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ബട്ടർഫ്ലൈ ഗാർഡൻ സന്ദർശകർക്ക് പ്രകൃതിയെക്കുറിച്ചുള്ള ബോധം വളർത്താനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു ഗാർഡൻ നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബട്ടർഫ്ലൈ ഗാർഡൻ സന്ദർശിക്കുന്നവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ.
പിന്നെ കൂട്ടുകാരെ, ഇവിടെ നമുക്ക് ലൈവ് മെക്കാവിനെ നമ്മുടെ ഷോൾഡറിലോ കയ്യിലൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ നമ്മുടെ ഡിവൈസ് ക്ലോസ് ചെയ്യണം, യൂസ് ചെയ്യാൻ പാടില്ല, മൊബൈൽ അത് അവിടെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അവർ നമുക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം തന്നുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു, പക്ഷേ ഫോട്ടോസ് അവർ ഫോട്ടോസ് എടുത്തിട്ട് അവർ നമുക്ക് പ്രിൻ്റ് ഔട്ട് തരാ ചെയ്യുക. അതിനൊരു ഫോട്ടോയ്ക്ക് 350 റുപ്പീസോ മറ്റോ നമ്മളോട് പറഞ്ഞ്. അപ്പോൾ നമുക്കത് കുറച്ച് അത്യാവശ്യമായിട്ട് അങ്ങനെ തോന്നിയില്ലാത്തതുകൊണ്ട് നമ്മൾ അത് ചെയ്തില്ല. ജസ്റ്റ് ഫോട്ടോ എടുത്തു, നമ്മളവരുടെ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് കണ്ടു പോന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അടിപൊളി ബേർഡ് പാർക്കിലേക്ക് എത്തി. ഇവിടെ നമുക്ക് ഫ്ലൈയിങ് ഡക്ക്, സ്വാൻ, പിന്നെ എന്താ പറയുക, നമ്മുടെ ഫ്ലെമിംഗോ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബേഡ്സിനെ കാണാൻ പറ്റി. നമ്മുടെ തൊട്ടടുത്ത് കൂടെ, നമ്മുടെ കാലിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ഇതിങ്ങനെ നടന്നു പോകും. നല്ല രസമായിരുന്നു. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. കേട്ടോ, ഫ്ലൈയിങ് ഡക്കൊക്കെ ഇതിനെ ഫ്ലൈയിങ് ഡക്ക് എന്ന് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എന്ത് തന്നെയായാലും ഇവരൊക്കെ ഭയങ്കര ഇണക്കമാണ്. നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ ഇവർ പറന്നു പോവുക അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഡക്സ് അങ്ങനത്തെ ഈ കാറ്റഗറിയിലുള്ള സംഭവമാണ് ഈ പാർക്കിലുള്ളത്. ഇനി ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പാരറ്റ്സിൻ്റെ വേറെ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കാണാം. കമൻട്രി ഒന്നും ഞാൻ ഇവിടെ അധികം വയ്ക്കുന്നില്ല, നമുക്കിത് കാണാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫ്ലെമിംഗോ ആണ് കേട്ടോ ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഫീമെയിലാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരു പിങ്ക് കളറിലാണ് മെയിൽ വരാമെന്ന് എനിക്ക് തോന്നുന്നു. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. ഞാൻ വിചാരിക്കുന്നത് പിങ്ക് ഷെയ്ഡ് ഉള്ളതാണ് മെയിലെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് നമ്മുടെ തൊട്ടടുത്ത് കൂടെയാണ് പോകണം കേട്ടോ. അടിപൊളിയാണ്. കൂടുതൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആഫ്രിക്കൻ പാരറ്റ്സിൻ്റെയും മെക്കാവിൻ്റെയൊക്കെ ഒരു ലോകത്തേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം അങ്ങനെ ഹൈടെക് പാരറ്റ്സിൻ്റെ ഒരു ലോകമാണ്. നമ്മുടെ റിയോ ആനിമേറ്റഡ് മൂവിയിലെ വില്ലനാണ് കേട്ടോ ഇരിക്കുന്നത്. എൻ്റെ പേരെന്തെന്ന്? മോലുക്കാൻ കൊക്കാറ്റു. அப்படி எடுத்தா ഊഞ്ഞാലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഒറ്റയ്ക്കുള്ളത്, സിംഗിളാണ്.
ടൂക്കാൻ്റെ കസിനാണ് ഗ്രീൻ അരാക്കാരി. ടൂക്കാനാണല്ലോ അത്. ഇത് വേറെ ടൂക്കാൻ. ഓ ജന തിരക്ക് ആറ്റിക്കുണ്ടാർക്ക് അല്ല മെക്കാവും എവിടെ? ആ നേരത്തെ പിടിച്ച മെക്കാവും. ഇതിനാണ് ഭയങ്കര വില ഗോൾഡ്. ഫുൾ ഗ്രീൻ. ഇവിടെയാണ് സൂപ്പർ കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഡോറിലേക്കാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാ ബേഡ്സിനെയും ഓപ്പൺ ആക്കി വിട്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്തുകൂടെ എല്ലാം പറന്നു പോകും. ഇപ്പോൾ ഈ ചെടികളുമൊക്കെ പല സ്ഥലങ്ങളിലും ഈ അടുത്ത ചെടികളുമൊക്കെ നല്ല മനോഹരമായിട്ടുള്ള പാരറ്റ്സ് വന്നിരിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസ്. ഇത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. നമുക്ക് മേച്ചുകൂടെ അല്ല, നമ്മുടെ അടുത്തുകൂടെ പറഞ്ഞു പോകും. സെഷൻ ആ കളർഫുള്ള് മെയിലാണ്, മെയിൽ പെസൻ്റ് ആണ്. ആ കളറില്ലാത്ത ഗ്രേ കളർ പോലെ തോന്നുന്നത് ഫീമെയിലാണ്. അതിനെ ചുറ്റും കൂടി 3 മെയിൽ കിടന്ന് വട്ടം കൂടി നടക്കണം. വായിൽ നോക്കിയത് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നമുക്ക് അനുവാദമില്ല. അതിനെയാ ഇവിടെ തൊട്ടടുത്തുണ്ട്. പറ്റുന്നോട്ടെ കൊത്തും ചിലപ്പോ.
ചിലപ്പോൾ എത്തും. കൊത്തിയാനെ തന്നെ കൊത്തിയാനെ ചിലപ്പോൾ കൊത്തും. ഇലയൊന്നും തിന്നില്ലടാ മറ്റേ. കൊത്തിയ നല്ല സുഖം ഉണ്ടാവേ. പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആണും പെണ്ണും വന്നോണ്ട് ഇതേ വരുന്നുണ്ട്. എവിടെ കൂട്ടുകാരെ, ഈ ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്ഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-10 പേർക്കുള്ള ഓംലെറ്റ് ചുരുങ്ങിയത് ഉണ്ടാക്കാൻ പറ്റും ഒറ്റ എഗ്ഗ് കൊണ്ട്. അത്ര വലിപ്പമുണ്ട്. നമ്മൾ 2 കൈ കൊണ്ട് പിടിക്കണം ഈ എഗ്ഗ് എന്ന് പറയുന്നത്. ഭയങ്കര വലിപ്പമാണ്. ഈ എഗ്ഗ് തന്നെ ഇവിടെ ഷോപ്പിൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 2000 റുപ്പീസാണ് എഗ്ഗിന് പറഞ്ഞത്. എഗ്ഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ. അതിനകത്ത് ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ അവർ സക്ക് ചെയ്തെടുത്ത് കളഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് പാച്ച് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. ജസ്റ്റ് ഒറിജിനൽ എഗ്ഗ് ആണെന്ന് പറയാം, പക്ഷേ എഗ്ഗിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. 2000 റുപ്പീസാണ് എന്നോട് അവർ വില പറഞ്ഞത്. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. രാമജിയുടെ പാർട്ട് 2 എന്ന ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പാർട്ട് 3 ആയിട്ട് വേഗം വരാം. അണ്ടിൽ ദെൻ ബൈ ബൈ.